ദേശീയപാതയിലൂടെ സ്ഥിരമായി വാഹനം ഓടിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ രാജ്മാർഗ് യാത്ര എന്ന ഈ മൊബൈൽ ആപ്പ് നിങ്ങൾക്ക് വളരെയേറെ സഹായകരമായിരിക്കും. വിശദാംശങ്ങൾ അറിയുന്നതിനായി വീഡിയോ കാണുക. ഡ്രീംസ്നെറ്റിലേക്ക് സ്വാഗതം. ദേശീയപാതകളിലൂടെയുള്ള നമ്മുടെ യാത്രകൾ സുരക്ഷിതവും സുഖകരവും ആഹ്ലാദകരവുമാക്കുന്നതിന് വേണ്ടി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഒരു ആപ്പാണ് രാജ്മാർഗ് യാത്ര. 2023 മെയിൽ തന്നെ രാജ്മാർഗ് യാത്ര എന്ന ഈ മൊബൈൽ ആപ്പിന്റെ ലോഞ്ചിങ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന്റെ ഏറ്റവും പുതിയ പരിഷ്കരിച്ച പതിപ്പാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിരിക്കുന്നത്. നാഷണൽ ഹൈവേ അഥവാ ദേശീയപാത ഉപയോഗിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഒരൊറ്റ മൊബൈൽ ആപ്പിലൂടെ ലഭിക്കുമെന്നതാണ് ഈ രാജ്മാർഗ് യാത്ര എന്ന ഈ പുതിയ മൊബൈൽ ആപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഉദാഹരണമായി നാഷണൽ ഹൈവേയിലൂടെ നിങ്ങളൊരു വാഹനത്തിൽ സഞ്ചരിക്കുകയാണെന്ന് കരുതുക. എങ്കിൽ ഏറ്റവും അടുത്തുള്ള ടോൾ പ്ലാസ എവിടെയാണ്, ഏറ്റവും അടുത്തുള്ള പെട്രോൾ പമ്പുകൾ, ഏറ്റവും അടുത്തുള്ള ആശുപത്രികൾ, ഏറ്റവും അടുത്തുള്ള ഹോട്ടലുകൾ, ഏറ്റവും അടുത്തുള്ള അവശ്യ സർവീസുകൾ എന്നിവയുടെയൊക്കെ വിവരങ്ങൾ ഈ മൊബൈൽ ആപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ്. റിയൽ ടൈം വെതർ കണ്ടീഷൻ അഥവാ കാലാവസ്ഥയെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷനും ഇതിലൂടെ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഫാസ്ടാഗ് റീചാർജ് ചെയ്യുന്നതിനും ഈ മൊബൈൽ ആപ്പിലൂടെ സാധിക്കും. ഇതിലേക്ക് വിവിധ ബാങ്കുകളുടെ പോർട്ടലുകളുമായി ഈ മൊബൈൽ ആപ്പ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫാസ്ടാഗുമായി ബന്ധപ്പെട്ട മന്ത്ലി പാസുകൾ എളുപ്പത്തിൽ എടുക്കുന്നതിനും ഈ മൊബൈൽ ആപ്പിലൂടെ സാധിക്കുന്നതാണ്. ഹൈവേയിലൂടെ വാഹനം ഓടിക്കുമ്പോൾ മിക്കവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് അറിയാതെ ഓവർ സ്പീഡിൽ വാഹനം ഓടിക്കുക എന്നത്. മിക്കപ്പോഴും 4 വരി പാതകളിലും 6 വരി പാതകളിലുമൊക്കെ വലിയ തോതിലുള്ള തിരക്ക് ഉണ്ടാകാനിടയില്ല. അതിനാൽ തന്നെ വാഹനം ഓടിക്കുന്നവർ അറിയാതെ തന്നെ വാഹനത്തിന്റെ സ്പീഡ് കൂട്ടാനിടയുണ്ട്. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ അറിയാതെ തന്നെ നിങ്ങളുടെ വാഹനം ഓവർ സ്പീഡിലായി പോവുകയാണെങ്കിൽ ഉടനെ തന്നെ അത് സംബന്ധിച്ച നോട്ടിഫിക്കേഷൻ ഈ മൊബൈൽ ആപ്പ് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇത്തരം ഒരു മുന്നറിയിപ്പ് ലഭിക്കുന്നതിനാൽ ഓവർ സ്പീഡ് നിയന്ത്രിക്കുന്നതിനും പിഴ അടയ്ക്കുന്നത് ഒഴിവാക്കുന്നതിനും നമുക്ക് സാധിക്കുമെന്നതാണ് നേട്ടം. വോയിസ് അസിസ്റ്റൻസ് ആണ് ഈ ആപ്പിന്റെ മറ്റൊരു പ്രത്യേകത. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ഒരു വോയിസ് അസിസ്റ്റൻസ് സംവിധാനമാണ് ഈ ആപ്പിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. രാജ്മാർഗ് യാത്ര എന്ന ഈ ആപ്പ് മുഖേന നമുക്ക് പരാതികൾ നൽകുന്നതിനും അവയ്ക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഉദാഹരണമായി ദേശീയപാതയിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഈ ആപ്പിലൂടെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. കൂടാതെ അതോടൊപ്പം തന്നെ ജിയോ ടാഗ് ചെയ്ത ചിത്രങ്ങളും വീഡിയോകളും നമുക്ക് ഈ പരാതിയോടൊപ്പം നൽകുന്നതിനും സാധിക്കും. ഇത്തരം പരാതികളിലൊക്കെ തന്നെ സമയബന്ധിതമായി പരിഹാരം കണ്ടെത്തുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മളൊരു പരാതിയോ പ്രശ്നമോ ഈ ആപ്പിലൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്മേൽ എന്ത് നടപടിയെടുത്തു, അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ ഈ ആപ്പിലൂടെ സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് അതിൽ ലോഗിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു OTP നമ്പർ ലഭിക്കുന്നതാണ്. അത് എൻ്റർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര്, ലൊക്കേഷൻ തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ നൽകി നിങ്ങൾക്ക് ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കും. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിട്ടുള്ള രാജ്മാർഗ് യാത്ര എന്ന പുതിയ മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത്. ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരാരെങ്കിലും ഈ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി അയച്ചു കൊടുക്കുക. ഡ്രീംസ്നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.